ഹായ് സ്റ്റുഡൻസ്, സയൻസ് ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പോളിടെക്നിക്കിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റെഗുലർ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിന്റെ റിസൾട്ടിന് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളിടെക്നിക്കുകളിൽ അപേക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു, +2 നമ്മൾ വിചാരിച്ച അത്രയും മാർക്ക് കിട്ടിയില്ല. അപ്പോൾ എഞ്ചിനീയറിംഗിനൊന്നും പോകാൻ പറ്റാത്ത കുട്ടികൾക്ക്, അല്ലെങ്കിൽ നല്ലൊരു കോഴ്സ്, ടെക്നിക്കൽ കോഴ്സ് പഠിക്കണമെന്നുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് എന്തെന്ന് പറയുന്നത്, പോളിടെക്നിക് എന്ന് പറയുന്നത്. ഏകദേശം കേരളത്തിലെ പോളിടെക്നിക്കുകൾ എന്ന് പറയുന്നത് 108 പോളിടെക്നിക്കുകളാണ് നിലവിൽ കേരളത്തിൽ ഉള്ളത്. ആ 108 പോളിടെക്നിക്കിൽ എത്ര എണ്ണം ഗവൺമെന്റ് കോളേജ്, സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്നുള്ളതിന്റെ കാര്യം പറയും. ഏത് സൈറ്റ് ത്രൂ ആണ് നമ്മൾ പോളിടെക്നിക്കിൽ അപേക്ഷിക്കേണ്ടത്, ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എത്ര വർഷമാണ് നമ്മൾ പോളിടെക്നിക്ക് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ പോളിയിലേക്ക് അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് polyadmission.org എന്ന് പറയുന്ന സൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്തത്, പോളിടെക്നിക്കിന് വേണ്ടി അപേക്ഷിക്കേണ്ടത്. അതായത് polyadmission.org എന്ന് പറയുന്ന സൈറ്റിൽ എന്ത് ചെയ്യുക, അഡ്മിഷൻ, പോളി അഡ്മിഷൻ 2025-26 എന്ന് പറയുന്ന ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അപേക്ഷിക്കേണ്ടി വരുന്നത്. നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 200 രൂപയാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് റിസർവേഷൻ കാറ്റഗറി SC/ST സ്റ്റുഡൻസിന് 100 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 10 വരെയാണ് നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 12 വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് പോളിക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ, ആർക്കൊക്കെയാണ് പോളിടെക്നിക്കിലേക്ക് നമുക്ക് അപേക്ഷിക്കാം എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. നമുക്കത് അപേക്ഷിക്കാൻ പറ്റുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് SSLC CBSE പഠിച്ച സ്റ്റുഡൻസിന്, CBSE സ്റ്റുഡൻസിന് ഒരു പ്രശ്നമുണ്ട്, മാത്സ് ബേസിക് പഠിച്ചത് പറ്റത്തില്ല, സ്റ്റാൻഡേർഡ് തന്നെ പഠിക്കണം. SLC സ്റ്റുഡൻസ് ആണെങ്കിൽ 2 തവണ കൂടുതൽ എഴുതിയ കുട്ടികൾക്ക് പറ്റും. അപ്പോൾ അങ്ങനെ സാധാരണ വരത്തിൽ ഒന്ന് സെയിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം, പാസ്സായിരിക്കണം. അല്ലെങ്കിൽ റീ അറ്റംപ്റ്റ് ഒരുപാട് 2 തവണ കൂടുതൽ റീ അറ്റംപ്റ്റ് ചെയ്ത കുട്ടികൾക്ക് പോളിടെക്നിക്ക് പഠിക്കാനായിട്ട് പറ്റത്തില്ല. ഇവിടുത്തെ CBSE ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട്, ബേസിക് എന്ത് ചെയ്യത്തില്ല, മാത്സ് ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ അവിടെ മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പം എന്താണ് പോളിടെക്നിക് എന്ന് പറഞ്ഞാൽ, 10ാം ക്ലാസ് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സ്. ഉദാഹരണത്തിന് ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ കൊമേഴ്സോ പഠിച്ച ഒരു കുട്ടിക്ക് നമുക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യത്തില്ല, നമുക്ക് സാധിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളിടെക്നിക്ക് വഴി 3 വർഷത്തെ റെഗുലർ പോളിടെക്നിക് കോഴ്സ് പഠിച്ചതിന് ശേഷം നമുക്ക് നേരെ എന്തിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. 3 വർഷം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പോളിടെക്നിക്ക് പഠിച്ചിട്ട് നമുക്ക് ലാറ്ററൽ എൻട്രി വഴി LET എക്സാം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഞ്ചിനീയറിങ്ങിന് ആർക്ക് പഠിക്കാൻ പറ്റും, നമ്മുടെ ഈ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് പഠിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഞ്ചിനീയറിംഗ് കോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, പോളിടെക്നിക്ക് പഠിച്ചാൽ സാധ്യമാകും. അപ്പോൾ ഞാൻ SSLC CBSE പറഞ്ഞു, THS ഉണ്ട്, ടെക്നിക്കൽ ഹൈസ്കൂൾ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാനായിട്ട് പറ്റും. നിങ്ങൾ +2 ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ സയൻസ് ഏതോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ പറ്റും. കേരളത്തിലുള്ള പോളിടെക്നിക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് 108 പോളിടെക്നിക്കാണ് കേരളത്തിലുള്ളത്. ഈ 108 പോളിടെക്നിക്കിൽ 46 ഗവൺമെന്റ് കോളേജ് ഉണ്ട്, 46 ഗവൺമെന്റ് കോളേജ് ഉണ്ട്. അതോടൊപ്പം തന്നെ 6 എയ്ഡഡ് കോളേജുകളുണ്ട്. അതോടൊപ്പം തന്നെ 45 സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉണ്ട്. അതോടൊപ്പം തന്നെ IHRDക്ക് 8, കേപ്പിന് 2, കെൽട്രാക്കിന് 1, LBS പൂജപ്പുരയ്ക്ക് നിലവിൽ ഉള്ള അഡ്മിഷൻ ത്രൂ അപേക്ഷിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, LBSൽ 3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, വുമൻസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വുമൻസ് പോളിടെക്നിക്കുകളുണ്ട് കേരളത്തിൽ. ഓരോ ഏകദേശം 7 ജില്ലകളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വുമൻസ് പോളിടെക്നിക്കുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വുമൻസ് പോളിടെക്നിക് കൈമനത്തുണ്ട്, കായംകുളം ആലപ്പുഴ ജില്ലയിൽ, എറണാകുളത്തുണ്ട്, തൃശ്ശൂരുണ്ട്, കോട്ടയ്ക്കലുണ്ട്, കോഴിക്കോട്, പയ്യന്നൂർ എന്നീ സ്ഥലങ്ങളിൽ വുമൻസിന് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, പോളിടെക്നിക്ക് അഡ്മിഷൻ ഉണ്ട്. ബാക്കി ഞാൻ പറഞ്ഞ ഈ 108 പോളിടെക്നിക്കിലും എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റും. പ്ലസ് അതോടൊപ്പം തന്നെ ഇതിൽ ഉൾപ്പെടുന്ന ഒരു 7 കോളേജുകൾക്ക് വുമൻസ് അല്ലെങ്കിൽ വനിതകൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. അപ്പോൾ പോളി എന്താണെന്ന് മനസ്സിലായി. പോളിടെക്നിക്ക് 3 വർഷത്തെ കോഴ്സിൽ 6 സെമസ്റ്ററാണ് നമുക്കുള്ളത്.
അപ്പോൾ അതിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ എന്നുള്ളതിനെ പറ്റി പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് 10ാം ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ് പോളിടെക്നിക്ക് എന്ന് പറഞ്ഞായിരുന്നു. ഈ പോളിടെക്നിക്കിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് +2ൻ്റെ ബേസ് +1 +2ൻ്റെ സെയിം സിലബസ് പോലെയുള്ള എന്ന് പറഞ്ഞാൽ അത്രയും വാസ്റ്റ് അല്ല, അതിനെക്കാട്ടി കുറച്ച് ഉള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ സിലബസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മുടെ പോളിടെക്നിക്കിൻ്റെ ഫസ്റ്റ് ഇയറിൽ കവർ ചെയ്യുന്നത്. സെക്കൻഡ് സെമ്മിൽ ഒരു സബ്ജക്റ്റ് മാത്രം ഡിപ്പാർട്ട്മെന്റ് സബ്ജക്റ്റ് പഠിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ, AI നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ പഠിക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ പോകുന്നത് രണ്ടാമത്തെ സെമസ്റ്ററിൽ ഒരു വിഷയവും ഒരു ലാബോട് കൂടി. മൂന്നാമത്തെ സെമസ്റ്റർ മുതൽ രണ്ടാമത്തെ വർഷം മുതലാണ് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ചൂസ് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സബ്ജക്ട് എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പോളിടെക്നിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സ് ഒന്നുമല്ല. നമുക്ക് പാസ്സാകാൻ പറ്റും, അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം, വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാംസ് ഒക്കെ നടക്കുന്നുണ്ട്. 2 തവണയാണ് നമ്മുടെ പോളിടെക്നിക്കിൽ ഒരു വർഷത്തിലുള്ള എക്സാംസ് എന്ന് പറയുന്നത്. ഓഡ് സെമസ്റ്റർ 1ൻ്റെയും സെമസ്റ്റർ 3യുടെയും 5ൻ്റെയും ഒക്കെ എക്സാം നടക്കുന്നത് കൃത്യമായിട്ടും നവംബർ ഡിസംബർ മാസത്തിലായിരിക്കും നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈവൻ സെമസ്റ്ററിന്റെ എക്സാം നടക്കുന്നത് സെക്കൻഡ് സെമ്മിന്റെയും 4th സെമ്മിന്റെയും 6th സെമ്മിന്റെയും ഒക്കെ എക്സാം നടക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും നടക്കുന്നത്. നിലവിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന പോളിടെക്നിക്കിൽ പഠിക്കാൻ പോകുന്ന സ്കീം എന്ന് പറയുന്നത് 2021 റിവിഷൻ എന്ന് പറയുന്നതാണ്. ഈ 2025 അഡ്മിഷൻ എടുക്കുന്ന നിങ്ങളായിരിക്കും ഈ ഒരു ബാച്ചിന്റെ ഈ ഒരു സ്കീമിന്റെ ലാസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ 2021 മുതൽ 2025 വരെ 5 വർഷമാണ് എന്ത് ചെയ്യുന്നത് ഒരു റിവിഷൻ എന്ന് പറയുന്നത് നിലവിലുള്ള. അപ്പോൾ ആ ഒരു സിലബസ് ആയിരിക്കും. ഇനി പുതിയ സിലബസ് ആയിരിക്കും 2026 പോളിടെക്നിക്കിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ പഠിക്കാനുള്ളത്. നിലവിൽ വന്നിട്ടില്ല. അടുത്ത വർഷം എന്ത് ചെയ്യും, സിലബസിലൊക്കെ മാറ്റം വരും. പോളിടെക്നിക് നമ്മുടെ സയൻസ് ടെക് എന്ന് പറയുന്ന ഈ ഒരു ലേണിംഗ് ആപ്പ് പോളിടെക്നിക്കിന്റെ മാത്രം ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. നമ്മൾ പോളിടെക്നിക്കിന്റെ എല്ലാ സബ്ജക്ട്സുകളുടെയും ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സയൻസ് ടെക്കിന്റെ ലേണിംഗ് ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഒക്കെ പഠിച്ച കുട്ടികൾക്ക് പോളിടെക്നിക് സബ്ജക്ട് പഠിക്കുന്നതിനൊക്കെ എന്ത് ചെയ്യുന്നത്, സഹായകരമാകുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോളിടെക്നിക്കിന്റെ സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ വീഡിയോ ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ക്രമീകരിച്ചിരിക്കും. അപ്പം നിങ്ങൾക്ക് പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പാരൻസ് ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പരിചയത്തിലുള്ള മറ്റ് രക്ഷകർത്താക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ദിവസം നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള പോളിടെക്നിക്കുകളും അവിടെയുള്ള കോഴ്സുകളെ പറ്റിയുള്ള ഒരു വീഡിയോ എന്ത് ചെയ്യും നിങ്ങൾക്ക് എത്തും. നിലവിൽ 8 ലക്ഷം രൂപ വരെയാണ് നമ്മൾ വരുമാന പരിധി എന്ന് പറയുന്നത്. ഇതിൽ നല്ല ഉയർന്ന മാർക്കുള്ള, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള 8 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീ വേവിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. പ്രത്യേക കാസ്റ്റുകളോ അല്ലെങ്കിൽ ഏത് കാസ്റ്റ് ആയാലും ശരി തന്നെ നിങ്ങൾ അതിലും മിടുക്കരായ കുട്ടികൾക്ക് ഫീ വേവിയർ ആയിട്ട് പഠിക്കാൻ പറ്റും. ഉദാഹരണത്തിന് 60 കുട്ടികളെയാണ് ഒരു ക്ലാസ്സിൽ എടുക്കുന്നതെങ്കിൽ +3 കുട്ടികളെന്ന് പറയാൻ സെൽഫ് ഫിനാൻസിങ്ങിലായാലും കോളേജിലായാലും AICT ഫീ വേവിയർ എന്ന് പറയുന്ന സ്കീമിൽ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നിലവിൽ കേരളത്തിലെ പോളിടെക്നിക്കുകളിൽ ഒരു സീറ്റ് നിലയുണ്ട്. ആ സീറ്റ് നിലയും കൂടെ ഞാൻ പറഞ്ഞു തരാം. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകൾ എന്ന് പറയുന്നത് 46 ഗവൺമെന്റ് കോളേജുകളുണ്ട്. ആ 46 ഗവൺമെന്റ് കോളേജുകളിൽ 10,840 സീറ്റാണ് നിലവിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉണ്ട്. സെൽഫ് ഫിനാൻസിൽ വരുന്ന കോളേജുകളുടെ എന്ന് പറയുന്നത് 45 കോളേജാണ് വരുന്നത്. 45 കോളേജിൽ 13,190 സീറ്റ് ടോട്ടൽ ഉണ്ട്. അതിൽ ഗവൺമെന്റ് സീറ്റ് എന്ന് പറയുന്നത് 6,595 സീറ്റാണ്. അതായത് ഇവിടെ വരുന്നത് സെൽഫ് ഫിനാൻസിങ് വരുന്ന 50%, മാനേജ്മെന്റ് 50% എന്ന് പറയുന്നത് ഗവൺമെന്റുമായിരിക്കും. പിന്നെ IHRDക്ക് കോളേജുകളുണ്ട്. IHRDയിൽ 8 കോളേജുണ്ട്. ആ 8 കോളേജിലായിട്ടുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് 2,340 സീറ്റാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ കേപ്പിന് വരുന്നുണ്ട്. കേപ്പിന് വരുന്ന കോളേജുകൾ എന്ന് പറയുന്നത് രണ്ട് കോളേജാണ്. അവിടെ 3 ഡിപ്പാർട്ട്മെന്റ് വെച്ച് 360 സീറ്റ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് കെൽട്രാക്ക് ഉണ്ട്. കെൽട്രാക്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോളേജേ ഉള്ളൂ. അവിടെ ഉള്ള സീറ്റുകൾ എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന്. അങ്ങനെയാണ് ടോട്ടൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് വരുന്ന 28,230 സീറ്റാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പോളിടെക്നിക്കിന് വരുന്നത്. പ്ലസ് ഓരോ കോളേജിലും ഓരോ ഡിപ്പാർട്ട്മെന്റിനും 3 സീറ്റ് AICTയുടെ ഫീ വേവിയർ എന്ന് പറയുന്ന സ്കീമിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും.
ആ സ്കീമിൽ കിട്ടുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജ് കിട്ടിയാലും അതുപോലെ തന്നെ പോളിടെക്നിക്കിന്റെ ഗവൺമെന്റ് കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരത്തില്ല, ഫീസ് അടയ്ക്കേണ്ടി വരത്തില്ല. എക്സാം ഫീസ് മാത്രം എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരത്തുള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ടും പോളിടെക്നിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, കൃത്യമായി പോളിടെക്നിക്കിൽ അപേക്ഷിക്കുക. വേറൊരു കാര്യം പറയാം, എല്ലാ കോഴ്സിനും അപേക്ഷിക്കുന്നു, അതോടൊപ്പം ഞാൻ പോളിടെക്നിക്കൂടെ അപേക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരമാവധി എന്ത് ചെയ്യുക, അപേക്ഷിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. കാരണം നിങ്ങൾക്ക് ഫുൾ A+ 10ാം ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 9A+ ഉള്ള 8A+ ഉള്ള കുട്ടിയൊക്കെ ആയിരിക്കും പോളിടെക്നിക്ക് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ മാർക്ക് കാരണം നമുക്ക് കിട്ടും, നമ്മൾ പോകാതിരിക്കുക. അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഒരു അവസരം നമ്മളായിട്ട് എന്ത് ചെയ്യരുത്, കളയരുത്. പോളിടെക്നിക്കിൽ എൻ്റെ കയ്യിൽ ഓപ്ഷൻ ഉണ്ട്, എനിക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പോളിക്ക് എന്ത് ചെയ്യുക, അപേക്ഷിക്കുക. പോളിടെക്നിക്കിൽ നിങ്ങൾക്ക് പോളിക്ക് ഒരു 3 അലോട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും. 3 അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്പോട്ട് അലോട്ട്മെന്റുകൾ ഉണ്ടാകും. സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഓരോ കോളേജുകളിലെയും ഓരോ ജില്ലകളിലെയും നോഡൽ പോളിടെക്നിക്കുകളിൽ വെച്ച്, തിരുവനന്തപുരം ജില്ലയിൽ സെൻട്രൽ പോളിടെക്നിക്കിലും, കൊല്ലം ജില്ലയിൽ പുനലൂർ പോളിടെക്നിക്കിലും, അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല പോളിടെക്നിക്കിലും, കോട്ടയം ജില്ലയിൽ നാട്ടകം പോളിടെക്നിക്കിലും, എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലും, കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലും, അങ്ങനെ ഓരോ ജില്ലകളിലെയും പ്രധാന നോഡൽ പോളിടെക്നിക്കുകളിൽ വെച്ച് നിലവിൽ എന്തുണ്ടായിരിക്കും, സ്പോട്ട് അലോട്ട്മെന്റ് അല്ലെ സ്പോട്ട് അഡ്മിഷനുകൾ ഉണ്ടായിരിക്കും. നിലവിൽ 1 or 2 അലോട്ട്മെന്റുകൾ എന്ത് ചെയ്യും, നിലവിൽ കാണാം. അപ്പം പോളിക്ക് അപേക്ഷിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അലോട്ട്മെന്റിൽ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. എങ്ങനെ, സ്പോട്ടിലൂടെ ആയാലും ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് അല്ലെങ്കിൽ IHRD കോളേജുകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പോളി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സീറ്റ് കിട്ടും. നിലവിൽ ഏകദേശം 28,000-ഓളം സീറ്റുകൾ പ്ലസ് ഒരു 150 സീറ്റ്, ഏകദേശം ഒരു 28,500 സീറ്റ് ഓൾ കേരള എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പോളിടെക്നിക് സീറ്റുകളുണ്ട്. അതുകൊണ്ട് പരമാവധി കേരളത്തിലുള്ള കോളേജുകളിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് പോളിടെക്നിക് കഴിഞ്ഞ് നിങ്ങൾ എഞ്ചിനീയറിങ്ങിന് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എഞ്ചിനീയറിങ്ങിന് പോകാനായിട്ട് പറ്റുകയും ചെയ്യും. പോളിടെക്നിക് എന്ന് പറയുന്നത് നല്ലൊരു കോഴ്സ് തന്നെയാണ്. അതിലൊരു പോരായ്മ എന്ന് പറയുന്നതും കൂടെ പറയണമല്ലോ. പോളിടെക്നിക്ക് പഠിക്കാൻ പറയുന്നു, പക്ഷേ അതിൻ്റെ ഒരു പോരായ്മ പറയണമല്ലോ. ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഡിഗ്രി കിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പോളിടെക്നിക് കോഴ്സിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഡിഗ്രീന്റെ വാല്യൂ ഉള്ള അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള എക്സാംസുകൾ, PSC എക്സാമുകളായാലും UPSC എക്സാംസുകൾ ഒന്നും തന്നെ എഴുതാൻ പറ്റില്ല എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഞാൻ പോളിടെക്നിക്ക് പഠിച്ച ആളാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് പോളിടെക്നിക് പഠിച്ച വ്യക്തിയാണ്. പോളി BTech M.Tech ആണ്. പോളിടെക്നിക്കിൽ 5 വർഷത്തോളം അധ്യാപകനായിട്ട് വർക്ക് ചെയ്തു. എഞ്ചിനീയറിംഗ് കോളേജിലും 1 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പോളിടെക്നിക്കിന്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോം 5 വർഷമായിട്ട് നമ്മുടെ സയൻസ് ടെക് നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ട്. അപ്പോൾ കൃത്യമായി പോളിടെക്നിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് നമ്മുടെ സയൻസ് ടെക്കിൻ്റെ ഈ ഒരു ലേണിംഗ് ആപ്പ് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അതുപോലെ ചാനൽ ത്രൂ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇൻസ്റ്റാ പേജ്, FB പേജും അതോടെ യൂട്യൂബ് പേജും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ ഫോളോ ചെയ്താൽ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അപ്ഡേറ്റ്സും മറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കേരളത്തിലെ പോളിടെക്നിക്കുകൾ ഓരോ ജില്ല തിരിച്ച് ഓരോ കോളേജുകളിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എത്ര സീറ്റുകളുണ്ട് എന്നുള്ളതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പോളി അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഇത് പോളിടെക്നിക്കിൻ്റെ അപേക്ഷ വന്നിട്ടുണ്ട്, എങ്ങനെ അപേക്ഷിക്കണം, ഏത് സൈറ്റാണ്. അപ്പോൾ നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങണം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങണം, നോൺ ക്രിമിലിയർ SABC സർട്ടിഫിക്കറ്റ് വാങ്ങണം. അല്ല എങ്കിൽ നിങ്ങളുടെ എക്സ് സർവീസ് മാൻ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട, അപ്പോൾ സ്പോർട്സ് കോട്ടയിലൊക്കെ അപേക്ഷിക്കണം, പ്രത്യേകമായിട്ട് അപേക്ഷിക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു പോളിടെക്നിക്കിൻ്റെ കോഴ്സിന് അപേക്ഷിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ പോളിടെക്നിക് കോഴ്സ് എന്ന് പറയുന്ന കേട്ടത് ബെസ്റ്റ് ഒരു കോഴ്സ് തന്നെയാണ്. പെട്ടെന്ന് ജോലി സാധ്യത ഉള്ള ഒരു കോഴ്സ് തന്നെ. പക്ഷേ സാലറി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഹൈ സാലറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നില്ല, ഇല്ല. 5ാമത്തെ സെം കഴിഞ്ഞാൽ അതായത് 6ാമത്തെ സെമ്മിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോളേജിൽ പോയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ഒരു മിനിമം ഒരു 8,000 രൂപ സാലറിയോടുകൂടി ഒരു വർക്കറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ജോലി ചെയ്താലും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈനൽ സെം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ് നമ്മുടെ പോളിടെക്നിക്കിൻ്റെ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോഴ്സ് പഠിക്കാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിങ്ങിന് പോകാനുള്ള ഓപ്ഷൻ നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്, പോളിടെക്നിക് ഉണ്ട്. അപ്പോൾ കേരളത്തിലെ എല്ലാ കോളേജസും പോളിടെക്നിക് ഗവൺമെൻറ് കോളേജസും ഒക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ MBA അക്രഡിറ്റേഷൻ കിട്ടിയ കോളേജസ് വരെ പോളിടെക്നിക്കിലുണ്ട്. അപ്പം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല സിലബസും അതോടൊപ്പം തന്നെ നല്ല ക്യാമ്പസുകളൊക്കെയാണ് കേരളത്തിൽ നിലവിലെ പോളിടെക്നിക്കുകൾ എന്ന് പറയുന്ന ലാബുകളായാലും
അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വളരെ നല്ല കോളേജസ് ആണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കോളേജ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ആ കോളേജുകളിലൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്തിരുന്നാൽ വളരെ നന്നായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റു ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു.